നല്ല വെയിലാണ്, നല്ല വെയിൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ വണ്ടി ടച്ച് ആൻഡ് പോളിഷ് ചെയ്യിക്കാൻ കൊണ്ടുപോകണം. കാരണം അടുത്ത ദിവസം നമുക്ക് ടെസ്റ്റിങ്ങിൻ്റെയൊക്കെ ഏകദേശം കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ എൻ്റെ വണ്ടി വർക്ക്ഷോപ്പിലായിരുന്നു. അതുകൊണ്ട് ടെസ്റ്റിങ്ങിൻ്റെയൊക്കെ അങ്ങ് മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട്, ഡേറ്റ് കഴിഞ്ഞു. അപ്പോൾ വണ്ടി ഒന്ന് ടച്ച് ആൻഡ് പോളിഷ് ചെയ്യിക്കണം. നമ്മുടെ കോഴഞ്ചേരിയിലുള്ള നമ്മുടെ സുഹൃത്ത് വർക്ക് ചെയ്യുന്നൊരു കാറിൻ്റെ ഇതുണ്ട്, അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പം ചെറിയ ഇതേ ഉള്ളൂ നമുക്ക് ടച്ച് ആൻഡ് പോളിഷ് ചെയ്യാൻ. അപ്പം നമ്മുടെ ഒരു കൂട്ടുകാരൻ വരും, നമ്മളപ്പോൾ അവരെ നോക്കിയിരിക്കണം. അവരോട് വന്നിട്ട് വേണം എനിക്ക് തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ. അപ്പം വണ്ടി വർക്ക്ഷോപ്പിലൊക്കെ ആയിരുന്നു, 1-2 ചെറിയ പണിയൊക്കെ കിട്ടി. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ അടുത്ത ദിവസം ഒന്നും ഇടാം. ഒരു വർക്ക്ഷോപ്പുകാരൻ തന്ന പണിയൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ അവൻ വരുന്നുണ്ട്, അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഇവിടെ ഒന്ന് പെയിൻറ്റ് ചെയ്യണം, പിന്നെ ടച്ച് ആൻഡ് പോളിഷ് ചെയ്യണം. ടെസ്റ്റിംഗ് ആണ് നമുക്കിത്, ഇതെല്ലാം ടച്ച് ആൻഡ് പോളിഷ് ചെയ്യണം. ബാക്കൊക്കെ ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്യണം. നമുക്ക് ഈ ഭാഗങ്ങളെല്ലാം ഒന്ന് പെയിൻറ്റ് ചെയ്യാൻ നമുക്ക് ചെയ്യിക്കണം. അതൊക്കെയാണ് നമ്മുടെ പ്രധാന പരിപാടി. മോൾ ഭാഗമൊക്കെ വലിയ കുഴപ്പമില്ല, സൈഡെല്ലാം ചെയ്യാനുണ്ട്. വേണ്ട വേണ്ട. ഓ ഗൈസ്, നിങ്ങളുടെ ഷോപ്പിന് വലിയൊരു പ്രമോഷൻ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ കോഴഞ്ചേരിയിലുള്ള മാൻ ഓട്ടോ കാർ സർവീസിലാണ്. ഇവർക്ക് എല്ലാ പരിപാടിയും ഉണ്ട്. ഇതുപോലെ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്, അതുപോലെ തന്നെ പെയിൻറ്റിങ്, എല്ലാ പരിപാടി ഇവർക്കുണ്ട്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നാലും നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിൽ കാറിൻ്റെ എല്ലാ പരിപാടികളും ഇവർ ചെയ്തു തരും. അപ്പം സ്ഥലം നമ്മുടെ കോഴഞ്ചേരി പാലത്തിന് മുമ്പായിട്ട് വലത്തോട്ട് കിടക്കുന്ന വഴി കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും. ഇവിടെ ചെയിൻ ലൂപ്പിങ് എല്ലാ പരിപാടിയും ഉണ്ട്. ഞാൻ ഇവിടെ എടുത്ത് പറയേണ്ട കാര്യങ്ങളില്ല, ഫുൾ പരിപാടിയുള്ളൊരു കട തന്നെയാണ് ഇവരുടേത്. അപ്പോൾ നമ്മുടെ വണ്ടി അവരെ നമ്മൾ കൊടുത്തു ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇനി ഇവിടുന്ന് പോയിട്ട് അടുത്ത ദിവസം നമുക്ക് വണ്ടി എടുക്കാൻ വേണ്ടി വരാം. വലിയ പരിപാടിയൊന്നുമില്ല, ചെറിയ പരിപാടിയുള്ളൂ. അപ്പോൾ നമുക്ക് നാളെ കാണാം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ടച്ച് ആൻഡ് പോളിഷ് പരിപാടിയൊക്കെ കഴിഞ്ഞു. വലുതായിട്ടൊന്നുമില്ല, ടെസ്റ്റിംഗ് ഒക്കെ ആണ് ചെറുതായിട്ടുള്ളത്. ഇവിടെ ബമ്പർ ഫുള്ള് നമ്മൾ പെയിൻറ്റ് ചെയ്തു. ഫ്രണ്ടിലത്തെ ബമ്പർ, പിന്നെ ബാക്കിലെ ബമ്പർ, അത്രയൊന്ന് പെയിൻറ്റ് ചെയ്തപ്പോൾ അത് പൊട്ടിയിട്ട് അത് ഫുള്ള് ഇളക്കിയിട്ട് വീണ്ടും റീപെയിൻറ്റ് ചെയ്യുമായിരുന്നു. ഫുള്ള് ചെയ്തപ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ടൊന്ന് ടച്ച് ആൻഡ് പോളിഷ് ചെയ്തോളൂ. നമ്മൾ ടെസ്റ്റിംഗ് ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മിനിക്കാൻ മതി, ഒരുപാട് മിനിക്കേണ്ട കാര്യമില്ല. വീണ്ടും റീപെയിൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ എന്തായാലും ഇതിൻ്റെ കളർ മാറ്റുന്നുണ്ട്, വേറെ കളർ ആക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം ഒന്ന് റീപെയിൻറ്റിങ് ചെയ്തേ പറ്റത്തുള്ളായിരുന്നു. റീപെയിൻ്റ് അല്ല, ടച്ച് ആൻഡ് പോളിഷ് ചെയ്തതിൻ്റെ ആവശ്യമുള്ളായിരുന്നു. അപ്പം പരിപാടിയെല്ലാം കഴിഞ്ഞു, സംഭവം അവർ നീറ്റാക്കി തന്നിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ നമുക്ക് 4,500 നമുക്ക് മൊത്തത്തിലായി. അതായത് ബമ്പർ രണ്ടും ഫ്രണ്ട് രണ്ടും പെയിൻ്റ് അടിച്ചു, പിന്നെ ടച്ച് ആൻഡ് പോളിഷ് ചെയ്തപ്പോഴത്തേക്ക് മൊത്തം അത്രയായി. അപ്പോൾ നമ്മുടെ ചെറിയ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു പരിപാടികൾ. ചെറിയൊരു ടച്ച് ആൻഡ് പോളിഷിൻ്റെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പം അടുത്ത ദിവസം നമുക്ക് ടെസ്റ്റിംഗ് ആണ്. അപ്പം ടെസ്റ്റിങ്ങിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇടുന്നുണ്ടായിരിക്കും. അപ്പം നമ്മൾ ഒരു ഏജൻറ്റ് വഴിയായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്, ഡയറക്റ്റ് പോകുമായിരിക്കുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ കൂടെ നമുക്ക് അടുത്ത ദിവസം തന്നെ ഇടാം. അപ്പം നമുക്ക് സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ ഇനി മാറ്റാനുണ്ട്. അപ്പോൾ അതെല്ലാം അടുത്തൊരു വീഡിയോ കാണാം. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.